കന്നിമൂല എന്ന് പറയുമ്പോൾ വളരെ പ്രാധാന്യമുള്ള സ്ഥലമാണത്. ആ കന്നിമൂലയ്ക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മുടെ വീട്ടിൽ ദാരിദ്ര്യം ബുദ്ധിമുട്ട് വരും. ഭൂമിയിൽ അല്ലെങ്കിൽ സർവ്വഭൂമിയിൽ ഒരു വീട് വെച്ചാൽ എന്താണ് പ്രശ്നം വരുന്നത്? ദുരിതങ്ങളായിരിക്കും, നന്നാവില്ല, ഐശ്വര്യം ഉണ്ടാവില്ല. അവിടെ ദുർമരണം ഉണ്ടായി മേടിക്കണ്ടാന്ന് പറയും. എങ്ങനെ അറിയാൻ പറ്റും? അവിടേക്കും പറയാമല്ലോ. ഈ കബഡി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപാസന കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. ഈ ചില വീടുകളും പ്രേതാലയം പോലെ, അതായത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രേതാലയം പോലെ ആയിരിക്കും അത് കിടക്കുന്നത്. പിന്നീട് അവിടെ ആര് വന്ന് താമസിച്ചാലും ഒരു അഭിവൃദ്ധിയും ഉണ്ടാവില്ല. അതെന്തുകൊണ്ടാണ് ചില വീടുകൾ? പണ്ട് കാലങ്ങളിലൊക്കെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ശ്മശാന ഭൂമിയിൽ വീട് വെക്കുന്നതിന് മുമ്പിട്ട് അത് ചെക്ക് ചെയ്യണം. പൂജ ചെയ്യണം. ചെക്ക് ചെയ്യണം. വീട് വാർദ്ധക്യത്തിലാവും. അപ്പോൾ ചെറുപ്പക്കാർ തന്നെ ഇടണം. അപ്പോൾ അവർ ഒരു അച്ഛൻ ഇട്ടാൽ മതി, അമ്മ ഇട്ടാൽ അവരോട് പറയണം മക്കൾ തന്നെ ഇടണം. പിന്നെ ചെടികൾ നടുന്നതിനും ഉണ്ട് കാരണം. ചെടികൾ നടുന്നതിന് പിന്നെ പുളി തെക്ക് വെച്ചേ പാടുള്ളൂ. പുളി. അമ്മ, ഈ വീടിന്റെ കന്നിമൂല, ഈ കന്നിമൂലയും ജ്യോതിഷവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നമസ്കാരം. കന്നിമൂല എന്ന് പറഞ്ഞാൽ വാസ്തുവിൽപ്പെട്ടതാണ്. ഒരു വീട് വയ്ക്കുമ്പോൾ നമ്മൾ കന്നിമൂല ഒഴിഞ്ഞിടരുത്. കന്നിമൂലയുടെ മാസ്റ്റർ ബെഡ്റൂം, ഏറ്റവും വലിയ റൂമായിരിക്കും മാസ്റ്റർ ബെഡ്റൂം. അതായത് അവിടുത്തെ ഉടമസ്ഥനും ഭാര്യയും കിടക്കുന്ന മുറിയാണ് ഭാര്യ കന്നിമൂല എന്ന് പറയുന്നത്. കന്നിമൂലയുടെ റൂം, മാസ്റ്റർ ബെഡ്റൂം. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് വരുന്നതാണ് അടുക്കള. ഇപ്പോഴത്തെ അടുക്കള വലിയ അടുക്കള, പണ്ട് ചെറിയ അടുക്കളയായിരിക്കും. അത് വെറുതെ അടുക്കള ചെറുതായ ദാരിദ്ര്യം ഉണ്ടാകും. അതൊക്കെ വെറുതെ. അടുക്കള വലിപ്പം വൃത്തിയായിട്ട് കിടക്കേണ്ട അടുക്കള. അപ്പോൾ അടുക്കള ഇത് സെക്കൻഡ് വരുന്ന അടുക്കളയാണ്. അപ്പോൾ ഈ കന്നിമൂല എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറ് മൂലയ്ക്കാണ് കന്നിമൂല എന്ന് പറയുന്നത്. തെക്ക് വശത്ത് തെക്കും പടിഞ്ഞാറ് മൂല കൂടുന്നത്. അത് ഗണപതിക്ക് കന്നിമൂല ഗണപതിയേ പറയില്ലേ. ആ കന്നിമൂല എന്ന് പറയുമ്പോൾ വളരെ പ്രാധാന്യമുള്ള സ്ഥലമാണത്. ആ കന്നിമൂലയ്ക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മുടെ വീട്ടിൽ ദാരിദ്ര്യം ബുദ്ധിമുട്ട് വരും. സത്യമായ കാര്യമാണ്. കോടീശ്വരന്മാരൊക്കെ, ഒരു കോടീശ്വരൻ ഭയങ്കര കാശാണ്, അയാൾക്ക് പൈസ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന ആൾ ഒരു വീട് മേടിച്ചു. അപ്പോൾ കന്നിമൂലയിൽ തെക്കോട്ടങ്ങടെ ദർശനം. അപ്പോൾ കന്നിമൂലയിൽ ഇത് വന്നു, ഈ കാർ ഷെഡ് വന്നു. വലിയ കോടിയുടെ കാറൊക്കെ ഇട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് പിന്നെ നശിപ്പായി. ഇയാളുടെ ബിസിനസ്സൊക്കെയാണ് നശിക്കാറ്. ഇയാൾ ഇൻ്റർനാഷണൽ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ആരോ പറഞ്ഞു എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ പറഞ്ഞു എൻ്റെ മുസ്ലിം സമുദായം. അപ്പോൾ പറഞ്ഞു ഞാൻ ഈ വീട് വെച്ചാൽ പിന്നെ എനിക്ക് ദുരിതമാണ്, ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കന്നിമൂല ഇതൊക്കെ നല്ലതാണെന്ന് പറഞ്ഞു. കന്നിമൂല ഏതാണെന്ന് ചോദിച്ചിട്ടാ? തെക്ക് പടിഞ്ഞാറ് മൂല. വീടിൻ്റെ ദർശനം കഴിയാം. അപ്പോൾ ദർശനമൊക്കെ പറഞ്ഞു. കോട്ടയം സൗത്തിലേക്കാണ് ദർശനം ഇപ്പോൾ സാരില്ല, കാരണം റോഡിനനുസരിച്ചേ ദർശനം ഉണ്ടാവുള്ളൂ. പക്ഷേ ഇറങ്ങണ തെക്കോട്ട് ഇറങ്ങരുത്. നമ്മൾ തെക്കോട്ട് ദർശനം കിഴക്കോട്ടേക്ക് ഇറങ്ങത്തക്ക വിധത്തിൽ സ്റ്റെപ്പൊക്കെ വയ്ക്കും സാധാരണ. അപ്പോൾ പറഞ്ഞു അവിടെ കാർ ഷെഡാണ്, അപ്പോൾ സൗകര്യമുണ്ട്, എളുപ്പത്തിൽ വന്നിട്ട് കയറിപ്പോമല്ലോ, നമ്മൾ സൗകര്യം നോക്കില്ല. അത് കന്നിമൂല മൂട്ടി ഒരു റൂമാക്കുക, മാസ്റ്റർ ബെഡ്റൂം. ഇത് ആരാ വാസ്തുവെച്ച് ഏതോ ഒരാളുടെ പേര് പറഞ്ഞു, ആരും ആണെന്നറിയില്ല. ഏതായാലും വാസ്തു പറയുന്ന ആളല്ല പറഞ്ഞേക്കണത്. അപ്പോൾ അത് മൂട്ടി വീടാക്കാൻ പറഞ്ഞു. ഇനിയിപ്പോൾ എന്നെ കൂടെ രക്ഷയില്ല, അത് കൊടുത്തിട്ട് പോകാനായിട്ട് പ്ലാൻ ചെയ്ത് തന്നെ. പിന്നെ കൊടുക്കാനുള്ള പരിപാടിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെ നമ്മൾ ഓരോ വഴിപാടൊക്കെ പറഞ്ഞു. സംഗതി വിറ്റു കഴിഞ്ഞിട്ട് ഈ വാങ്ങിക്കാൻ വന്ന ആൾ ചോദിച്ചു എന്നോട്, അതിൻ്റെ കഷ്ടം നോക്കണം, വിൽക്കാൻ വേണ്ടി വന്ന ആളും വാങ്ങിക്കാൻ വന്ന ആളും വന്നിട്ട് ചോദിച്ചു ഇങ്ങനെ സ്ഥലം വേണ്ടിട്ടുണ്ട്. രണ്ടുപേരും അമ്മയുടെ തന്നെ ഒന്നിച്ചല്ല, വ്യത്യസ്തമായിട്ട് നോക്കി ഞാൻ പറഞ്ഞു ഒന്നും വാങ്ങിക്കേണ്ട കുഴപ്പമില്ല, പക്ഷേ ഈ ഒരു പ്രശ്നം മാത്രം. കന്നിമൂല ബാത്റൂം ഒന്നുമില്ല. കന്നിമൂലയിൽ ആകെയുള്ളത് ഈ കാർ ഷെഡ്. അത് നിങ്ങൾ അടച്ച് റൂമാക്കിയത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. അതെന്നെ വിശ്വാസം. അത് കാരണം ചെയ്തു, കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പോൾ കന്നിമൂലയ്ക്ക് പ്രാധാന്യം മനസ്സിലായില്ലേ ഇപ്പോൾ. പിന്നെ കന്നിമൂല നമുക്ക് നടാം. കറുക നട്ടാൽ നല്ലതാണ്. കന്നിമൂല ഗണപതിക്ക് ഇഷ്ടമുള്ള കറുക, നിറയെ കറുക തഴച്ചു വളർന്ന കന്നിമൂല നല്ല ഐശ്വര്യമായിരിക്കും. കന്നിമൂല ഒരിക്കലും ഒഴിഞ്ഞെടുക്കാൻ പാടില്ല. കന്നിമൂലയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. അതാണ് കന്നിമൂലയുടെ പ്രാധാന്യമുള്ളത്. ഒരു വീട്ടിനെ സംബന്ധിച്ചിപ്പോൾ കന്നിമൂല മോശമായി കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നത്? ദാരിദ്ര്യം വരും. തെക്ക് വശത്ത് അതുപോലെ കിണർ വരാൻ പാടില്ല. ഈ വീട്ടിൽ നെഗറ്റീവ് എനർജി വരുന്നത് കന്നിമൂലയുമായി അതൊന്നുമല്ല. നെഗറ്റീവ് എനർജി അതൊന്നുമല്ല. അത് ഓരോരുത്തർ കയറി വരുമ്പോൾ വരുന്നതാണ്. ഇപ്പോൾ പല ആൾക്കാരും ഉണ്ടാവും നെഗറ്റീവ് എനർജി. കന്നിമൂലയുടെ ഇതാണ് നെഗറ്റീവ് എനർജി പറഞ്ഞാൽ ഓരോ വ്യക്തികൾ കയറി വരുമ്പോൾ അവരുടെ മനസ്സിൽ എന്താ ചിന്താഗതി നമുക്കറിയില്ല. അപ്പോൾ നന്മയുണ്ടാവും തിന്മയുണ്ടാവും നമുക്കറിയില്ല. ചിലപ്പോൾ ചിരിച്ചുകൊണ്ട് ഉള്ളിൽ എന്താ തോന്നുന്നറിയില്ല. അപ്പോൾ ചില നക്ഷത്രക്കാരനെ പറ്റുകയും ചെയ്യും, പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർ കയറി വന്നു കഴിയുമ്പോൾ നല്ലതാട്ടോ, അടിപൊളിയാട്ടോ, നല്ല വീട് നന്നായി. ഈ വസ്തു നെഗറ്റീവ് എനർജി തമ്മിലൊരു ബന്ധമില്ലല്ലോ. വസ്തു നെഗറ്റീവ് എനർജി ഒന്നുമില്ല. പിന്നെ നോക്കണം നമ്മൾ വസ്തു വാങ്ങിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ വസ്തു വാങ്ങിക്കുമ്പോൾ നമുക്ക് ആ വസ്തു എന്തൊക്കെയുള്ളതെന്ന് നോക്കണം. സർപ്പം പൊളിച്ചു കഴിഞ്ഞ് സർപ്പം കൊണ്ടുപോയി എന്നൊക്കെ പറയും. പോകുന്നൊരു സർപ്പം അതിൻ്റെ മുകളിലാണ് വീട് പണിയുന്നത്. കോഴിക്കോട് എനിക്ക് അനുഭവമുള്ളതാണ്. കാരണം അവിടെ ഇതുപോലെ തന്നെ വസ്തു വാങ്ങിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ദുർമന്ത്രവാദി അവിടെ വെള്ളത്തിൽ വീട് മരിച്ചിട്ടുണ്ട്, അപ്പോൾ അത് ഒഴിവാക്കായിരിക്കും നല്ലതെന്ന് പറഞ്ഞു.
അയാളുടെ ഭാര്യയ്ക്കാണെങ്കിൽ ഇത് മൂട്ടി അടുക്കള നല്ല ഭംഗിയാക്കി ഉണ്ടാക്കി എല്ലാ ചുവയും വിടുമ്പോൾ ഇയാൾക്ക് പ്രാന്തമുള്ള ഇവർക്ക് ആകെ ബുദ്ധിമുട്ടായി. ആകെ ബുദ്ധിമുട്ടായി. ഇവർ കൊല്ലങ്ങൾക്ക് മുമ്പ് ചോദിച്ചതാണ്. പിന്നെ വന്നപ്പോൾ ഇങ്ങനെ സംഭവം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ മൂട്ടി എന്തിനത് മൂട്ടുണ്ടായിരുന്നു അങ്ങനെ ഇട്ടാൽ മതി, കുഴപ്പമില്ല, അതിനകത്ത് ഇതൊക്കെ ഒഴിവാക്കി. പക്ഷെ അത് മൂടിക്കഴിയുമ്പോൾ പ്രശ്നം വരിക. അത് വടക്കിഴക്ക് മൂലയിലെ കിണറ ഒരിക്കലും മൂടാൻ പാടില്ല. പിന്നെ അത് മാറ്റിയതെന്ന് അറിയില്ല, എന്താണെന്ന് മാറിയെന്നൊക്കെ പറഞ്ഞത്, അത് മാറ്റിയിട്ടുണ്ടാവും എന്തായാലും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഓരോ സ്ഥലം മേടിക്കാൻ വരുമ്പോൾ നമ്മൾ നോക്കണം. നോക്കിക്കഴിയുമ്പോൾ അറിയാൻ പറ്റും ആ സ്ഥലം നല്ലതാണോ ചീത്തയാണോ നമുക്കറിയാൻ പറ്റും. പക്ഷെ ജ്യോതിഷന്മാർ എപ്പോഴും നോക്കുമ്പോൾ പറയുന്നത് ഒന്നെങ്കിൽ സർപ്പഭൂമിയായിരിക്കും അല്ലെങ്കിൽ ബ്രാഹ്മണ ഭൂമിയായിരിക്കും. അതെന്തുകൊണ്ടാണ്? സർപ്പത്തിൻ്റെ ഭൂമിയാണല്ലോ ഇവിടെ മുഴുവൻ, കേരളം മുഴുവൻ സർപ്പത്തിൻ്റെ ആണെന്നാണല്ലോ പറയണത്. ബ്രാഹ്മണ ഭൂമി എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണര് ഏക്കർ സ്ഥലം ഉണ്ടാവും അവർക്ക്. അവർ ചിലപ്പോൾ ഈ കുടിയാന്മാരായിട്ട് EMS വന്നപ്പോൾ അവർക്ക് പട്ടയം കൊടുക്കാന്ന് പറയും. അത് മനസ്സോടെയല്ല കൊടുക്കുന്നത്, അവരൊരിക്കലും സന്തോഷത്തോടെ കൊടുക്കൂല ഒരു തലം. അപ്പം അങ്ങനെ കിട്ടിയ ഭൂമിയായിരിക്കും. അപ്പോൾ ആ ഭൂമിയുടെ ദോഷങ്ങൾ മാറ്റാൻ ബ്രാഹ്മണർക്ക് കാലൊഴിച്ചിട്ട് ചെയ്താൽ മതി, അത് മാറിക്കോളും. അപ്പോൾ അങ്ങനെയുള്ള ദോഷം തന്നെയാണ് ബ്രാഹ്മണ ഭൂമി എന്ന് പറയുന്നത്. അതുകൊണ്ട് ബ്രാഹ്മണരുടെ പരിച്ചു കൊടുത്ത സ്ഥലങ്ങൾ ആർക്കെങ്കിലും ഇഷ്ടത്തിൽ കൊടുക്കൂലോ. രാജാക്കന്മാരെ ഭൂമിയിൽ അല്ലെങ്കിൽ സർപ്പഭൂമിയിൽ ഒരു വീട് വെച്ചാൽ എന്താണ് പ്രശ്നം വരുന്നത്? ദുരിതങ്ങളായിരിക്കും, നന്നാവില്ല, ഐശ്വര്യം ഉണ്ടാവില്ല. അപ്പം അത് നോക്കുമ്പോൾ അറിയാമല്ലോ ബ്രാഹ്മണ ഭൂമിയാണോ. ബ്രാഹ്മണ ഭൂമിയാണെങ്കിൽ അതിൻ്റെ പൂജ ചെയ്ത് മാറ്റാം. ഭൂമി പൂജ ചെയ്യൂലോ എന്തായാലും. ഒരു സ്ഥലം വാങ്ങിച്ച് നല്ല സ്ഥലമാണെങ്കിൽ നല്ലതല്ലെങ്കിൽ നമുക്ക് ഹെറിഡിറ്ററി കിട്ടിയതായാലും ഭൂമി പൂജ ചെയ്യും. ഭൂമി പൂജ ചെയ്യുമ്പോൾ ആ സ്ഥലത്തിൻ്റെ പടി എത്ര പെട്ടെന്ന് നടക്കുന്നത് അവർക്കറിയാൻ പറ്റും. ഈ വിവരമുള്ള പൂജ തിരുമേനിമാർ വന്ന് പൂജ ചെയ്യുമ്പോൾ അവർ പറയും ഇത് ഇത്ര പെട്ടെന്ന് നടക്കും, അല്ലെങ്കിൽ പതുക്കെ നടക്കുള്ളൂ എന്ന് പറയും. അത് കല്ലിടുമ്പോഴല്ല, ഭൂമി പൂജ എന്ന സംഭവമുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് കല്ലിടൽ. കല്ലിടുന്ന ഒരു പ്രത്യേക ദിവസം വെച്ചിട്ട് കല്ലിടുമ്പോൾ നമുക്കറിയാൻ പറ്റും. തേങ്ങ ഉടച്ചിട്ട് നോക്കും, തുളസിയായിട്ട് നോക്കുമ്പോൾ ഇത് എങ്ങനെയാ അതിൻ്റെ ദശ നോക്കും. അത് വാസ്തു വിദഗ്ധന്മാർ പറയും, വാസ്തുവിനെ അറിയുന്ന ആൾക്കാർ നോക്കും. അപ്പോൾ ആ തുളസിയിലയുടെ എങ്ങനെയാണോ ഉള്ളത്, കിഴക്കോട്ടാടി പെട്ടെന്ന് നടക്കും. അങ്ങനെയൊക്കെ ഉണ്ട്, ഓരോ ദിശകളൊക്കെ ഉണ്ട്. അത് നോക്കിയിട്ട് പറയും ഇത് താമസമാണെങ്കിൽ അതിനൊരു പരിഹാരം ചെയ്താൽ മതി, അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ ഭൂമിയുടെ ഇതാണെങ്കിൽ നമുക്ക് കൗടി വെച്ച് നോക്കുമ്പോൾ അറിയാമല്ലോ ആ ഭൂമി എങ്ങനത്തെയാന്ന്. ഇപ്പോൾ ഈ ലണ്ടനിൽ സ്ഥലം മേടിക്കുന്ന ആൾക്കാർ നമ്മൾ വിളിച്ച് ചോദിക്കും ഈ ഒരു വീട് വാങ്ങിക്കാൻ പോകുമ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കും. അപ്പോൾ നമുക്കറിയാം. അപ്പോൾ നമ്മൾ പറയും അവിടെ ദുർമരണം ഉണ്ടായിരുന്നു, മേടിക്കണ്ടെന്ന് പറയും. എങ്ങനെ അറിയാൻ പറ്റും? കവടി വയ്ക്കുമ്പോൾ അറിയാമല്ലോ. ഈ കവടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപാസന കൊണ്ട് ഉണ്ടാക്കണതാണ്. ഉപാസന കൊണ്ടാണ് കവടി വയ്ക്കുക, അല്ലാണ്ട് പഠിച്ചാൽ മാത്രം കവടി വയ്ക്കാൻ പറ്റില്ല. അതിന് പ്രത്യേക പ്രാർത്ഥനയൊക്കെ നമ്മൾ ഉപാസന ഉണ്ടാവുമല്ലോ. എന്തായാലും ഏതൊരു ജോലിയിലും ഉപാസന ഉണ്ടാവും, ഒരു ഉപാസന കൂടെ ഉണ്ടാവും, എന്നാലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് പറയും ഇന്ന സ്ഥലത്ത്. അപ്പോൾ ഞാൻ ലണ്ടനിൽ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, സ്വിറ്റ്സർലൻഡിൽ ഇത് സ്ഥലം മേടിച്ചോട്ടെ മോളെ, അത് മേടിക്കണ്ട, അവിടെ ഒരു ദുർമരണം നടന്നിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അവർ സത്യമായിരുന്നു പറയും. അപ്പോൾ നമ്മളെങ്ങനെ അറിയാം? നമ്മൾ സ്വിറ്റ്സർലൻഡിൽ പോയിട്ടുണ്ടോ? ഇവന് പാസ്പോർട്ട് പോലും ഇല്ല, നോക്കിയിട്ടുണ്ടോ? അപ്പോൾ അതൊക്കെ ആ ദൈവത്തിൻ്റെ ഒരു ദൈവാധീനം കൂടെ. അതെങ്ങനെ പറയാമെന്ന് പറഞ്ഞാൽ ദൈവാധീനം കൂടെ പറയാൻ പറ്റുന്നത് അതൊക്കെ. ഈ ചില വീടുകളും പ്രേതാലയം പോലെ, അതായത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രേതാലയം പോലെ ആയിരിക്കും അത് കിടക്കുന്നത്. പിന്നീട് അവിടെ ആര് വന്ന് താമസിച്ചാലും ഒരു അഭിവൃദ്ധിയും ഉണ്ടാവില്ല. അതെന്തുകൊണ്ടാണ് ചില വീടുകൾ? പണ്ട് കാലങ്ങളിലൊക്കെ എന്ന് പറയുമ്പം ഈ കുഴിച്ചിടുന്ന പരിപാടിയില്ലേ, ഈ മരണമില്ലാത്ത കാലം ഉണ്ടായിരുന്നു പറയുന്നത്. അപ്പോൾ ഈ ജാറയിലൊക്കെ ഇറക്കി വെക്കുമായിരുന്നു. അപ്പോൾ അത് നോക്കി എന്താണ് സംഭവം, അല്ലെങ്കിൽ ശ്മശാനമായിരിക്കും, ചിലപ്പം ദഹിപ്പിച്ച സ്ഥലങ്ങളായിരിക്കും. ഇപ്പോൾ സ്ഥലമില്ലാതാവുമ്പോൾ എല്ലാം മേടിക്കില്ല ആൾക്കാർ. ഇപ്പോൾ നമ്മുടെ വീട് തന്നെ വീട്ടിൽ തെക്കുവശത്തും ആയിരിക്കും നമ്മൾ ദഹിപ്പിക്കുക മനുഷ്യനെ. അപ്പോൾ നമ്മുടെ വീട്ടിലെ ആൾക്കാർ ദഹിപ്പിക്കുന്ന ആ സ്ഥലത്ത് നമ്മൾ വിൽക്കൂല ആർക്കെങ്കിലും, കാരണഘട്ടങ്ങൾ ഒരു വിൽക്കുമല്ലോ. അത് ഇങ്ങനെ പ്രത്യേകമായിട്ട് വെച്ചേക്കാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ വിൽക്കുമ്പോൾ ആ സ്ഥലത്ത് ദോഷം ഉണ്ടാവും. ആ ദോഷത്തെ നമ്മൾ മാറ്റണം. അതിന് പരശുരാമ പൂജ എന്നൊരു പൂജയുണ്ട്. സ്ഥലദോഷം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ശ്മശാന ഭൂമി അങ്ങനെയൊക്കെ ആണെങ്കിൽ അതിന് പരശുരാമ ഹോമം ചെയ്ത് അത് മാറ്റാൻ പറ്റും. അങ്ങനൊരു കാര്യമുണ്ടത്. അപ്പോൾ ശ്മശാന ഭൂമിയിൽ വീട് വെക്കുന്നതിന് മുമ്പിട്ട് അത് ചെക്ക് ചെയ്യണം. പൂജ ചെയ്യണോ? ചെക്ക് ചെയ്യണം. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണം. ശ്മശാന ഭൂമിയാണ് എല്ലാം കഴിഞ്ഞിട്ട് നോക്കുള്ളൂ എല്ലാവരും. ഇപ്പം 5 സെൻറ്റ് സ്ഥലം മേടിച്ചു, 4 സെൻറ്റ് സ്ഥലം മേടിച്ചു, അതിൽ വീട് വെച്ച് കഴിഞ്ഞിട്ടല്ലേ നോക്കുള്ളൂ എന്താണ് ദോഷം വരുമ്പോഴേ അറിയുള്ളൂ. അതിനും പറയില്ലല്ലോ. വസ്തു വാങ്ങിക്കുമ്പോൾ തന്നെ നോക്കണം. വസ്തു വാങ്ങിക്കുമ്പോൾ അറിവുള്ള ജ്യോത്സ്യന്മാരെ വിളിച്ച് ഇങ്ങനെ ഫോണിൽ കൂടെ നോക്കിയാലും മതി. ഇങ്ങനെ എന്താണ് സ്ഥലത്തിൽ. അപ്പോൾ അവർ പറയുന്ന കാരണം വേണ്ട എന്ന് പറഞ്ഞാൽ അത് ദോഷം ഉണ്ടായിരിക്കുന്ന അർത്ഥം. അപ്പോൾ ചിലപ്പോൾ വില കുറച്ച് കിട്ടും. പിന്നെ താമസിക്കുന്ന വീട് വിൽക്കും ചിലർ, കടബാധ്യത വരുമ്പോൾ. അവിടെ നമുക്ക് കടബാധ്യത വരും, അത് വാങ്ങിക്കാതിരിക്കുക നല്ലത്. കാരണം അത് കടം വന്നിട്ടാണല്ലോ വിൽക്കണത്. അപ്പോൾ ഒരു വീട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹ സ്വപ്നമാണ് ഒരു വീടെന്ന് പറയുമ്പോൾ. ആ വീട് വിൽക്കുക എന്ന് പറയുമ്പോഴോ അത് ദുഃഖമല്ലേ. കടബാധ്യത വന്നൊരു വീട് നമ്മൾ അതായത് വിറ്റ വീട് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ
നമ്മളെ അഫക്റ്റ് ചെയ്യുമോ? അഫക്റ്റ് ചെയ്യുമോ അത്? കാരണം അത് കടമത്തിൽ നമ്മളെയും കടക്കാരനാക്കും. ഇനി അവരുടെ കയ്യിലെ പ്രശ്നം കൊണ്ട് അതായത് അസുഖം കൊണ്ടൊക്കെ ആണെങ്കിൽ ഓക്കെ, അല്ല ഇനി ദുർച്ചെലവ് കൊണ്ട് മദ്യപിച്ചൊക്കെ വിൽക്കുകയാണെങ്കിൽ അത് കുഴപ്പമില്ല. കാരണം അവരെ ദുസ്വഭാവം കൊണ്ട് വിൽക്കണതാണ്. ഇപ്പോൾ രോഗദുരിതങ്ങൾ വന്നിട്ട് വിൽക്കുകയാണെങ്കിൽ അത് മേടിക്കാതിരിക്കുക നല്ലത്. ഇപ്പോൾ ദുസ്വഭാവം കൊണ്ട് മദ്യപാനമൊക്കെ ആയിട്ടാണെങ്കിൽ ചില വീടുകളിൽ പോയി കഴിഞ്ഞാൽ അവർ പറയുന്ന ആളുകളുണ്ട്, ഈ വീട് വെച്ച കാലം തൊട്ട് കയ്യിൽ 1 രൂപ പോലും നിൽക്കത്തില്ല. അങ്ങനത്തെ വീടുണ്ട്. അത് നോക്കണം. അതിൻ്റെ മരണച്ചുറ്റം സംഭവമൊക്കെ ഉണ്ട്. അത് വാസ്തുവിൽ പ്രത്യേകം ഉണ്ട്. അതൊക്കെ അത് നോക്കിയിട്ട് വേണം ചെയ്യാം. പിന്നെ വയസ്സുണ്ട്. ഇപ്പോൾ ഒരു പുതിയ വീടുണ്ടാക്കുകയാണ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ അച്ഛനമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് നിൽക്കാം. അച്ഛന് 60, 10, 60, 65 വയസ്സുള്ള ആൾക്കാരാണെന്ന് നിൽക്കാം. ഒരിക്കലും അവരെ കൊണ്ട് കലിടിക്കരുത്. ആ വീട് വാർദ്ധക്യത്തിലാവും. അപ്പോൾ ചെറുപ്പക്കാർ തന്നെ ഇടണം. അപ്പോൾ അവർ ഒരു അച്ഛൻ ഇട്ടാൽ മതി, അമ്മ ഇട്ടാൽ അവരോട് പറയണം മക്കൾ തന്നെ ഇടണം. അതായത് വീടിനും ഒരു വയസ്സുണ്ട്. അത് വാർദ്ധക്യത്തേക്ക് പോകും. നമ്മൾ ചെറുപ്പം, വീട് വാർദ്ധക്യാവില്ലേ? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ വാസ്തുവിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട് വാസ്തുവിനെ പറ്റി. പിന്നെ ചെടികൾ നടുന്നതിനും ഉണ്ട് കാര്യങ്ങളൊക്കെ. ചെടികൾ നടുന്നതിന് പിന്നെ പുളി തെക്ക് വശത്തേ പാടുള്ളൂ. പുളി തെക്ക് വശത്തേട്ട ഐശ്വര്യ. അങ്ങനെ ഓരോ പിന്നെ വലിയ വൃക്ഷങ്ങളൊന്നും വീട്ടിൽ ചുറ്റും നടാതെ നമുക്ക് പുതിയ കപ്പങ്ങൊന്നും നടാൻ പാടില്ല. കാരണം നമുക്കറിയാലോ ഒടിഞ്ഞു വീഴുതറിയാം. പിന്നെ കിഴക്ക് വശത്ത് ഇലഞ്ഞി നട്ട നല്ലതാണ്. മാറ്റി നടണം, വലിയ മരാവും അതൊക്കെ. ഇലഞ്ഞി, കരിവേപ്പ്, ഇതൊക്കെ ആര്യവേപ്പ് ആര്യവേപ്പ്, ഇലഞ്ഞി അതൊക്കെ നട്ടാൽ നല്ലതാണ്, ഐശ്വര്യമാണത്. അങ്ങനെ ഓരോ വൃക്ഷങ്ങൾക്കുണ്ട് പ്രത്യേകത.